ഹൈ ഡിയേഴ്സ്, നമ്മുടെ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. ഈ ചാപ്റ്ററിന് ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചൊരു സ്ഥലത്ത് കിട്ടിയാലോ നമുക്കത് പഠിക്കാനും പ്രോബ്ലം ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ. ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് തിയറി വൈസ് നിങ്ങൾക്ക് വേണ്ട കോൺസെപ്റ്റുകളെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം, പെട്ടെന്ന് പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും സിമ്പിൾ ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് സെക്ഷൻ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഈക്വൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കോട് കൂടിയാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമ്പിൾ ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് ടഫ് ചാപ്റ്റർ ആണ്. ഒരിക്കലും അല്ല, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. സമഭാഗം, ഈക്വൽ ഡിവിഷൻ, പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്, കട്ട് എനി അതർ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഫസ്റ്റ് തിയറി. ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റ് ഏത് വരയെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ പറഞ്ഞു കാണിച്ചു തരാം. ഞാനിവിടെ കുറെ പാരലൽ ലൈൻസ് വരച്ചു വെച്ചത് കണ്ടോ. ഈ പാരലൽ ലൈൻസുകളെല്ലാം ഒരേ അകലത്തിലാണ് വരച്ചത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കണ്ട, ഇങ്ങനെയുള്ള അകലങ്ങൾ ഒരേപോലെ ആക്കിയിട്ടാണ് ഞാൻ സമാന്തര വരകൾ വരച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാനിതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു ലൈൻ ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു. ഈ വരച്ച ലൈനിനെ ഈ പാരലൽ ലൈൻസ് ഇതാ ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കി മുറിച്ചില്ലേ, ആ 3 പീസും ഒരേ ലെങ്ത് ആയിരിക്കും. നമ്മളെ പോയിന്റ് അത്രേ ഉള്ളൂ. ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിങ്ങൾ പാരലൽ ലൈൻസ് വരച്ചതെങ്കിൽ അതിൻ്റെ അകത്ത് വരയ്ക്കുന്ന വരകളെയെല്ലാം ആ പാരലൽ ലൈൻസ് കട്ട് ചെയ്യുക ഒരേ അകലത്തിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതൊരു 2 സെന്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതും 2 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിങ്ങനെ നേരെ കുത്തനെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ചരിച്ച് വരയ്ക്കാം. അങ്ങനെ നമ്മൾ ചരിഞ്ഞൊരു വരയാണ് വരയ്ക്കുന്നത് വിചാരിച്ചു, ഇങ്ങനെയാണ് ഒരു വര വരയ്ക്കുന്നത് വിചാരിക്കാം. ഇപ്പോൾ ഇതിനെയും നമ്മുടെ പാരലൽ ലൈൻസ് 3 കഷ്ണമാക്കി മുറിച്ചില്ലേ, ആ 3 പീസിനും ഒരേ ലെങ്ത് ആയിരിക്കും. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 2 ആന്ന് പറഞ്ഞിട്ട് ഇവിടെയും 2 ആന്ന് എഴുതി വെക്കരുതേ. ഇവിടെ ലെങ്ത് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാവും. ആ ലെങ്ത്തുകൾ 3ഉം സെയിം ആണ് എന്നാണ് പറയുന്നത്. ഒരു വാല്യൂ വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 2.3 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ ഈ താഴെയുള്ളതും 2.3 സെന്റിമീറ്റർ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2.3 സെന്റിമീറ്റർ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാ? പാരലൽ ലൈൻസ് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ, ഒരേ അകലത്തിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന വരകളെയെല്ലാം അത് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. നമ്മൾ ഇപ്പം പഠിച്ച പോയിന്റ് നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെ തിരിച്ചു പറയാം? ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. ഞാൻ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞത് ഒരേ അകലത്തിലാണ് പാരലൽ വരയ്ക്കുന്നതെങ്കിൽ അത് ഒരേപോലെയുള്ള കഷ്ണങ്ങളാക്കി മുറിക്കും. ഇവിടെ നേരെ തിരിച്ചു പറയാണ്, കുറെ പാരലൽ ലൈൻസ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാ, ഒരേ അകലത്തിലാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കുറെ പാരലൽ ലൈൻസ് വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തൊരു വര ഇങ്ങനെ ചരിച്ചു വരച്ചു. ആ ചരിഞ്ഞു കിടക്കുന്ന വരകൾക്ക് ഒരേ നീളമാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഇതും 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 ഈ 3 കഷ്ണങ്ങളും ഒരേ നീളമാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരേ നീളമാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ, ഈ പാരലൽ ലൈനുകളെല്ലാം ഒരേ അകലത്തിലായിരിക്കും ഉണ്ടാവുക. ഇവന്മാർ തമ്മിലുള്ള അകലം, ഈ ഡിസ്റ്റൻസും അതേപോലെ ഈ താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണ്ടോ, ഇതെല്ലാം തുല്യമായിരിക്കും. 2 പോയിന്റും ഒരേ കാര്യം തന്നെ 2 രീതിയിൽ പറയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, സമാന്തര വരകൾ അല്ലെങ്കിൽ നമ്മുടെ പാരലൽ ലൈൻസ് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ അതിൻ്റെ അകത്ത് വരയ്ക്കുന്ന ലൈൻസിനെ എല്ലാം അത് ഈക്വൽ പീസസുകളായിട്ട് കട്ട് ചെയ്യും. തിരിച്ചു പറഞ്ഞാലോ, ഈ ലൈനുകളൊക്കെ ഈക്വൽ ആയിട്ടാണ് കട്ട് ആവുന്നതെങ്കിൽ ഉറപ്പിച്ചോ ആ പാരലൽസ് എല്ലാം ഒരേ അകലത്തിലായിരിക്കും. ഈ അകലങ്ങളെല്ലാം തുല്യമായിരിക്കും. നമുക്കിത് 2 കൂടെ ചേർത്ത് ഒരു പോയിന്റ് ആക്കി പഠിച്ചു വെച്ചാലോ, നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. ഈ പറഞ്ഞ 2 പോയിന്റ് കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒറ്റ പോയിന്റ് ആക്കി പഠിച്ചു വെക്കാണ്. അത് ഈ പോയിന്റ് ആണ് കേട്ടോ. Parallel lines which cut one line into equal pieces cut all lines into equal pieces. ഒരു വരയെ നോക്കണേ, ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ അതിൻ്റെ അകത്ത് വരയ്ക്കുന്ന ഏത് വരയെയും ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ട് മുറിക്കും. ഓക്കെ, പോയിന്റ് ഒന്നുകൂടെ പഠിച്ചോ. പാരലൽ ലൈൻസ് വിച്ച് കട്ട് വൺ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് കട്ട് ഓൾ ലൈൻസ് ഇൻ ടു ഈക്വൽ പീസസ്. ഇവിടെ ഞാൻ പാരലൽ ലൈൻസ് വരച്ചത് കണ്ടോ,
ഒരേ അകലത്തിലാണ് വരച്ചത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു വര വരച്ചിട്ട് അതിനെ കട്ട് ചെയ്യുന്നത്, ഈ ഒരു വരയെ പാരലൽ ലൈൻസ് കട്ട് ചെയ്യുന്നത് ഈക്വൽ പീസ് ആന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെ നിങ്ങൾ ചരിച്ചും മറച്ചും ഒക്കെ വരച്ചോ ആ വരകളെയൊക്കെ നമ്മുടെ പാരലൽ ലൈൻസ് കട്ട് ചെയ്യുക ഒരേപോലെയുള്ള ഭാഗങ്ങളാക്കിയിട്ടായിരിക്കും, തുല്യ ഭാഗങ്ങളാക്കിയിട്ടായിരിക്കും കട്ട് ചെയ്യുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും വരച്ചോ, ഇവന്മാരൊക്കെ ഈക്വൽ പീസ് ആയിട്ടായിരിക്കും കട്ടായിട്ടുണ്ടാവുക. ഒന്നുകൂടെ മനസ്സിൽ വെച്ചോണം, ഇതിന്റെ അകത്ത് വരുന്ന ഭാഗങ്ങളാണ് തുല്യമായിട്ട് മാറുക. കണ്ട, ഈ ഭാഗങ്ങളൊക്കെ തുല്യ ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും, ഈക്വൽ പീസുകളായിട്ട് കട്ടായിട്ടുണ്ടാവും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നാമത്തെ സെക്ഷൻ ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ ഈക്വൽ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഈക്വൽ അല്ലാത്ത പാരലൽ ലൈൻസ് എടുത്താൽ എന്താ സംഭവിക്കാം? അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. നോക്കണേ, അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പോവാം. അൺഈക്വൽ ഡിവിഷൻ, അസമഭാഗങ്ങൾ. ഇവിടുത്തെ പോയിന്റ് എന്താണെന്നറിയോ? 3 or more parallel lines cut any 2 lines in the same ratio. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അപ്പൊ മിനിമം എത്ര എണ്ണം വേണം? മിനിമം 3 എണ്ണം വേണം. ഞാൻ വരച്ചു വെക്കാം. 3 പാരലൽ ലൈൻസ്. എല്ലാവരും കണ്ടല്ലോ 3 പാരലൽ ലൈൻസ്. ഈ പാരലൽ ലൈനിന്റെ പ്രത്യേകത എന്താ? ഇത് തമ്മിലുള്ള അകലവും ഈ അകലവും തുല്യമല്ല. തുല്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അത് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. എന്നാൽ ഇങ്ങനെ തുല്യമല്ലാത്ത പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന്റെ അകത്ത് വരയ്ക്കുന്ന വരകളെ ഇത് എന്താണ് ചെയ്യുക? പോയിന്റ് പറഞ്ഞു നോക്കട്ടെ. ഇതിന്റെ അകത്ത് നിങ്ങൾ വരയ്ക്കുന്ന വരകളെ അത് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അത് മുറിക്കുന്ന അംശബന്ധമാണ് ഇവിടെ സെയിം ആവുക. നേരത്തെ അത് മുറിച്ച 2 കഷ്ണങ്ങളും തുല്യമാണ്, കാരണം അത് ഒരേ അകലത്തിലായിരുന്നു. ഒരേ അകലത്തിൽ അല്ലെങ്കിൽ ഈ റേഷ്യോ ആണ് സെയിം വരിക. ഒരു എക്സാമ്പിൾ പറയാണ്, ഈ നീളം ഒരു എയും ഈ നീളം ഒരു ബിയും ആണെന്ന് പറയുന്നു. ഇവിടെ ഒരു പി, ഇവിടെ ഒരു ക്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ റേഷ്യോ എടുത്താൽ A:B എന്ന് പറയുന്ന റേഷ്യോ ഈക്വൽ ആയിരിക്കും P:Q എന്ന് പറയുന്ന റേഷ്യോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഷ്യോയും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഷ്യോയും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ഈ റേഷ്യോ പറയുമ്പോൾ ഇങ്ങനെ ഈസ്റ്റു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ടും പറയാം കേട്ടോ. A/B എന്ന് പറയുകയാണെങ്കിൽ A/B ഈസ് ഈക്വൽ P/Q എന്ന് പറയാം. നേരെ തിരിച്ചും പറയാൻ പറ്റും. ഐഡിയ കിട്ടിയോ? പോയിന്റ് മനസ്സിലായോ? ഈ പോയിന്റ് പഠിച്ചു വെച്ചോ, വെരി ഇമ്പോർട്ടന്റ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് എഴുതാൻ ആവശ്യം വരെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. പോയിന്റ് നോക്കിക്കോ. 3 or more parallel lines cut any 2 lines in the same ratio. 3 അതിലധികമോ, മിനിമം 3 വേണം. 3 വരെ മിനിമം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിന്റെ അകത്ത് 2 പീസ് കിട്ടുള്ളൂ. അതുകൊണ്ട് മിനിമം 3 വേണം. 3-ൽ കൂടുതൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. ക്ലിയർ? ഈ പോയിന്റിന് ശേഷം ഇതേ പോയിന്റ് തന്നെ ഒന്നുകൂടി ഒന്ന് അടിച്ചുപൊളിയാക്കി പഠിക്കുന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ഡിവിഷൻ. ഇനി അങ്ങോട്ട് ത്രികോണങ്ങൾ വരാൻ പോവാം. ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് പാരലൽ ലൈൻസിന്റെ കുറച്ച് പോയിന്റ് ഒക്കെ പറഞ്ഞിട്ട് ആ പോയിന്റുകളിൽ നമ്മൾ ത്രികോണങ്ങളിലേക്ക് ചേർത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ട്രയാങ്കിൾ ഡിവിഷൻ അഥവാ ത്രികോണ ഭാഗം. റെഡി? ഇൻ എനി ട്രയാങ്കിൾ, ഈ പോയിന്റ് ഒന്ന് വായിച്ചോണേ. എ ലൈൻ പാരലൽ ടു വൺ സൈഡ്, one of the sides cuts the other 2 sides in the same ratio. പോയിന്റ് വായിച്ചിട്ട് മനസ്സിലായോ? ഇല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പിക്ചറിൽ പറഞ്ഞു തരാം. മലയാളം കൂടെ ഒന്ന് വായിച്ചു നോക്കണേ. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. അതിനുശേഷം ഒന്നും കൂടെ നമുക്കത് വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നില്ലേ? ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 3 സൈഡാണ് ഉണ്ടാവുക. ഞാൻ അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സൈഡ് സെലക്ട് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്തത് ഈ താഴെയുള്ള സൈഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നിട്ട് അതിനൊരു പാരലൽ വരയ്ക്കാൻ പോവാണ്. ആ താഴെയുള്ള സൈഡിന് ഞാൻ നല്ല വൃത്തിക്ക് ഒരു പാരലൽ വരയ്ക്കുന്നു. കണ്ട, പാരലൽ വരച്ചത് ഇത് രണ്ടും പാരലലാണ്. അങ്ങനെ ഒരു പാരലൽ വരച്ചാൽ ഇവിടെ വേറെയും 2 സൈഡുകൾ കാണുന്നില്ലേ? ആ 2 സൈഡ് 2 കഷ്ണമായിട്ട് മുറിഞ്ഞത് കണ്ടോ? ആ റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിന് പോയി പാരലൽ വരയ്ക്കും. ആ പാരലൽ വരച്ച സൈഡ് അല്ലാതെ വേറെയും 2 സൈഡുകളില്ലേ ട്രയാങ്കിളിന്? ആ 2 സൈഡുകളെ കട്ടാവുന്ന റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ് നമ്മുടെ തിയറി വരുന്നത്. സോ ഞാൻ ഈ താഴത്തെ സൈഡിന് ഇങ്ങനെ പാരലൽ വരച്ചാൽ ഇനി താഴത്തെ സൈഡ് നോക്കണ്ട, മറ്റേ 2 സൈഡ് കണ്ടോ? അത് കട്ടാവുന്ന ഈ റേഷ്യോയും ഇവിടെയുള്ള റേഷ്യോയും സെയിം ആയിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ABCD വെച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു A, ഇതൊരു B, ഇതൊരു C, ഇതൊരു D എന്നാണ് എടുക്കുന്നത് വിചാരിച്ചേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ റേഷ്യോ എന്തെടുക്കാം? A/B എന്ന് പറയുന്ന റേഷ്യോ ഈക്വൽ ആയിരിക്കും C/Dക്ക് വരിക.
ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കണേ. ഇത് ഞാനിപ്പോൾ ഈ സൈഡിനാണ് പാരലൽ വരച്ചത്, ഞാനിത് ഈ മാറ്റിയിട്ടതാ ഈ സൈഡിന് പാരലൽ വരച്ചാലോ, ഇതിന്റെ പാരലൽ ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ സൈഡ് നോക്കരുത്, ബാക്കിയുള്ള ഈ രണ്ട് ഭാഗങ്ങളാണ് ഒരേ റേഷ്യോയിൽ കട്ടാവുക. അതേപോലെ ഇതിന്റെ പാരലലാണ് നിങ്ങൾ വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് പാരലൽ വരയ്ക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഈ രണ്ട് സൈഡുകൾ ഇതും 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 അത് കട്ടാവുന്ന റേഷ്യോ ആണ് സെയിം ആവുക. പഠിച്ചു വെക്കാനും ഓർത്ത് വെക്കാനും ഒക്കെ സിമ്പിൾ ആണ്. ഇനി ആ പോയിന്റ് ഒന്നും കൂടെ വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ്, ഏതെങ്കിലും ഒരു സൈഡിന് പാരലൽ ആക്കി വരച്ചാൽ cuts the other two sides in the same ratio, ബാക്കിയുള്ള രണ്ട് സൈഡിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും. കത്തിയില്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഒന്നുകൂടെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാണിച്ചു തരാം, അതാണ് ഈ അടുത്ത പോയിന്റ്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് cuts the other two sides into the same parts, ഒരേ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങളെ മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ്. ഇതാ ഞാൻ ഒരു പിക്ചറോട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഞാൻ ഈ താഴത്തെ സൈഡിന്റെ പാരലലാണ് ഇവിടെ വരച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ സൈഡുകൾ രണ്ട് കഷ്ണമായിട്ട് മുറിയുന്നു, അത് റേഷ്യോ സെയിം ആണ്. ഞാൻ ആ റേഷ്യോ ഒക്കെ ഇവിടെ എഴുതി വെക്കുന്നു. ഇവിടെ ഒരു എ, ഇവിടെ ഒരു ബി, ഇതൊരു സി, ഇതൊരു ഡി. ഇനി എന്താ ചെയ്യുന്നത് അറിയോ? ഇനി ഇത് മുഴുവനായിട്ടുള്ള നീളം കണ്ടതാ, ഈ ടോട്ടൽ ലെങ്ത്, ആ ടോട്ടൽ ലെങ്ത് ഞാനിതാ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് മുഴുവനായിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഒരു പി അങ്ങോട്ട് കൊടുത്തു. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും ഇത് മുഴുവനായിട്ടുള്ള ഈ ലെങ്ത്തിൽ ഈ ടോട്ടൽ ലെങ്ത്, ആ ടോട്ടൽ ലെങ്ത് ഞാൻ എന്താ കൊടുക്കുന്നതെന്ന് അറിയോ? ഇവിടെ ഒരു ക്യൂ എന്നും കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പാർട്സ് ആയിട്ട് കംപ്ലീറ്റ് റേഷ്യോയും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റേഷ്യോ എടുക്കാൻ പറ്റുമോ ആ റേഷ്യോസ് കംപ്ലീറ്റ് നമുക്ക് ഒരുമിച്ച് പാർട്സ് ആയിട്ട് പറഞ്ഞു നോക്കാം. ഒരു ഭാഗം ഞാൻ പറഞ്ഞു തരും, അതിന്റെ മറ്റേ ഭാഗം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ട്രൈ ചെയ്യണേ. ആ രീതിയിലൊക്കെ നമുക്കിത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കണേ, ഞാൻ ആദ്യം ഇവിടുന്ന് ഈ ചെറിയ എ എടുത്തു. എ ഡിവൈഡഡ് ബൈ റേഷ്യോ എ ബൈ, അല്ലെങ്കിൽ എ ഈസ് ടു എ ബൈ എന്ന് എഴുതി, എ ബൈ, എന്നിട്ട് ഞാൻ ഈ ബി കൊടുത്തു. ഓക്കെ, എ ബൈ ബി, ഇങ്ങനെയാണ് ഞാൻ റേഷ്യോ എടുക്കുന്നതെങ്കിൽ അതിനാരാ ഈക്വൽ ആവുക? ഈ എക്ക് കണക്കായിട്ടുള്ള ആള് ഇവിടെ കിടക്കുന്ന സി അല്ലേ, അതേപോലെ ബിക്ക് സെറ്റ് ആയിട്ടുള്ള ആള് ഡി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എഴുതാം, ബി ബൈ ഡി, ബി അല്ല സി ആണ് അല്ലെ, സി ബൈ ഡി എന്ന് എഴുതി വെക്കാം. എ ബൈ ബി ഇസ് ഈക്വൽ സി ബൈ ഡി. ഒന്നാമത്തെ റേഷ്യോ ഞാൻ ഉണ്ടാക്കിയേ. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചു. അടുത്തത് ഞാൻ ചെയ്യുന്നത് ഈ ചെറിയ റേഷ്യോയും ഇത് മുഴുവനായിട്ടുള്ള ഈ ടോട്ടൽ ലെങ്ത് കണ്ടോ, ഇത് മൊത്തത്തിലുള്ള പി, ഇങ്ങനെയാണ് ഞാൻ റേഷ്യോ എടുക്കുന്നത് വിചാരിക്കാം. ആ ചെറിയ എയും ഡിവൈഡഡ് ബൈ ഈ കുഞ്ഞി എയും ഇത് മുഴുവനായിട്ടുള്ള മുഴുവനായിട്ട് പി അല്ലേ ഉള്ളത്, ഇങ്ങനെയാണ് ഞാൻ റേഷ്യോ എടുക്കുന്നതെങ്കിൽ അതിന് കണക്കാക്കി നിങ്ങൾ റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് റേഷ്യോ എടുക്കേണ്ടത്? ഇവിടെ ഞാൻ എ എടുത്താൽ നിങ്ങളും അതിന് കണക്കായിട്ട് ഇവിടെ സി എന്ന് കൊടുക്കുക. കണ്ടോ, ആ സി ഡിവൈഡഡ് ബൈ, മക്കളെ ഓക്കെ ആണ്, സി ഡിവൈഡഡ് ബൈ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഇത് മുഴുവനായിട്ട് പി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തതും മുഴുവനായിട്ടുള്ള ഭാഗം നോക്കണം. ആരാളുള്ളത്? ക്യൂ ആണ്. സോ അതിന്റെ താഴെ സി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് എഴുതാം. റേഷ്യോ എഴുതുന്ന സമയത്ത് ഓർഡർ കറക്റ്റ് ആക്കി തന്നെ എഴുതണേ, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എ ആദ്യം എഴുതിയാൽ അതേപോലെ സി തന്നെയാണ് ഇവിടെ ആദ്യം വരേണ്ടത്. മാറിപ്പോകരുത്, തിരിച്ചാക്കി വെക്കരുത്, കറക്റ്റ് ഓർഡർ ആക്കി തന്നെ ചെയ്യാം. റെഡി? ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ഞാൻ തരാം. നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായെങ്കിൽ അടുത്തതിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കണേ. ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡേ ഞാൻ എഴുതുള്ളൂ, റൈറ്റ് സൈഡ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി തരാം. ഓക്കെ, ഞാൻ ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈ വലിയ സൈഡാണ് ഞാൻ ആദ്യം എടുക്കുന്നതെന്ന് വിചാരിക്കാം, വലുത്. ആ വലിയ സൈഡ് ബി ഡിവൈഡഡ് ബൈ, എന്നിട്ട് ഇത് മുഴുവനായിട്ടുള്ള ഈ പി ആണ് അതിന്റെ താഴെ കൊടുക്കുന്നത്, ബി ബൈ പി എന്ന് കൊടുത്തു. അത് ഈക്വൽ എന്തായിരിക്കും വരാം? അല്ലെങ്കിൽ ഇതും കൂടെ ഞാൻ പറയാം, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ തരാം കേട്ടോ. ഈ ബി ബൈ പി എന്നാണ് പറഞ്ഞത്, ബി ബൈ പി. അപ്പൊ ഈ ബിക്ക് കണക്കായിട്ട് ഇവിടെ ഉള്ള ആള് ഡി ആണ്. സോ ഇത് ഡി ഡിവൈഡഡ് ബൈ, ഇനി ഇത് മുഴുവനായിട്ടുള്ള പിക്ക് പകരം ഇവിടുത്തെ മുഴുവനായിട്ടുള്ള ആള് ക്യൂ ആയതുകൊണ്ട് ഡി ബൈ ക്യൂ എന്നായിരിക്കും വരിക. കത്തി തുടങ്ങിയോ? എങ്ങനെയാണ് പാർട്സ് ആക്കി നമുക്ക് വേണ്ട രീതിയിൽ റേഷ്യോ എടുക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം കൂടെ തരട്ടെ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും സൈഡൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ആയിട്ട് തരും, ഏതെങ്കിലുമൊക്കെ മിസ്സായി കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ റേഷ്യോ ആക്കി എഴുതി ആ മിസ്സായത് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ 4 ആൾക്കാരല്ലേ റേഷ്യോയിലുള്ളത്, അതിൽ 3 എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. ആ മിസ്സായത് നമുക്ക് കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് വെച്ച് ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഐഡിയ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ 2 ഭാഗവും ഞാൻ പറയില്ല, ഒരു ഭാഗമേ പറയുള്ളൂ, നിങ്ങൾ പറഞ്ഞു നോക്കണേ. ഞാൻ ആദ്യം ഈ ടോട്ടൽ ഉള്ള പി എടുത്തു,
ഡിവൈഡഡ് ബൈ ടോട്ടലുള്ള പി ഡിവൈഡഡ് ബൈ ആ ചെറിയ എ, ഇങ്ങനെയാണ് എടുക്കുന്നത്. പി ബൈ എ എന്നാണ് എടുത്തത്. ഇതിന് ഈക്വൽ ആയിട്ട് റൈറ്റ് സൈഡിൽ എന്താ വരിക എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ ഒന്ന് വെറുതെ തിരിച്ചു പറഞ്ഞു വെക്കുകയാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഈ പോയിന്റ് പറയാൻ മാത്രം ഒന്നുമില്ല. In any triangle, a line dividing two sides in the same ratio is parallel to the third side. നമ്മൾ എന്താ നേരത്തെ പറഞ്ഞേ, പാരലൽ ആണെങ്കിൽ ബാക്കി രണ്ട് സൈഡ് കട്ടാവുന്ന റേഷ്യോ സെയിം ആണെന്ന് പറഞ്ഞില്ലേ, അതവർ തിരിച്ചു പറയാണ്. ഇനിയിപ്പോ കട്ടാവുന്ന റേഷ്യോ സെയിം ആണെങ്കിൽ പാരലൽ ആയിരിക്കും. നേരെ റിവേഴ്സ് ആക്കി പറഞ്ഞതാണ് കേട്ടോ. ഇതാ വേണമെങ്കിൽ അവിടെ ചിത്രത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞാനിവിടെ ഒരു ലൈന് വരച്ചു, ഇവിടെ ഒരു ലൈന് വരച്ചു. അങ്ങനെ ഒരു ലൈന് വരച്ചപ്പം ഈ സൈഡുകൾ കട്ടായ റേഷ്യോ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. ഇതൊരു 2 സെന്റിമീറ്ററും ഇതൊരു 4 സെന്റിമീറ്ററും. ഇവിടെ ഒരു 3 സെന്റിമീറ്ററും ഇവിടെ ഒരു 6 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കട്ടായ റേഷ്യോ നോക്ക്, ഈ പീസും ഒന്ന് റേഷ്യോ എടുത്ത് നോക്ക്. അപ്പൊ അത് 2:4 എന്ന് കിട്ടും. 2:4 എന്ന് പറഞ്ഞാൽ അത് ചെറുതാക്കിയാൽ 1:2 എന്നായിരിക്കും. ഇനി ഇപ്പുറത്തെ ഭാഗം നിങ്ങൾ റേഷ്യോ നോക്കിക്കേ, ഇവിടുത്തെ റേഷ്യോ നോക്കിയാൽ 3:6 ആണ്. അത് ചെറുതാക്കിയാലുള്ള ആൻസർ എന്ന് പറയുന്നതും 1:2 തന്നെയല്ലേ. 1 3 3 2 3 6. അപ്പൊ ഈ രണ്ട് റേഷ്യോയും നമുക്ക് സെയിം ആണ്, 1:2 1:2. അങ്ങനെ റേഷ്യോ സെയിം വന്നാൽ ഈ ലൈനുകൾ പാരലൽ ആയിരിക്കും. നമ്മൾ ആദ്യം പഠിച്ചു പാരലൽ ആണെങ്കിൽ റേഷ്യോ സെയിം ആണെന്ന് പഠിച്ചു. അതൊന്നും അവർ തിരിച്ചു പറഞ്ഞതാണ്. റേഷ്യോ സെയിം ആണെങ്കിൽ ഇത് പാരലൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. ഒരു സൈഡും നമ്മൾ വരച്ച ലൈനും പാരലൽ ആയിരിക്കും. ക്ലിയർ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ടോപ്പിക്, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മിഡ് സെക്ഷൻ ആണ്, മധ്യഭാഗം. സിമ്പിൾ പരിപാടിയാണ് മധ്യഭാഗം, ഓർത്ത് വെക്കാനൊക്കെ എളുപ്പമാണ്. നോക്കിക്കോണേ. ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഈസ് ഹാഫ് ഇറ്റ്സ് ദ ലെങ്ത്. വായിച്ചു നോക്കുക. ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ പകുതിയുമാണ്. എങ്ങനെ പറയാം നോക്കിക്കേ, ഈ പിക്ചറിൽ പറയാം. എന്തായാലും 3 സൈഡ് ഉണ്ട്. നിങ്ങളോട് എന്താ പറഞ്ഞത്? ഏതെങ്കിലും 2 സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വെക്കുക. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിന്റെ പാരലൽ വരച്ചാൽ മതി. ഇത്തവണ പാരലൽ വരയ്ക്കുന്നത് എവിടെങ്കിലും കൊണ്ടുപോയി അല്ല വരയ്ക്കുന്നത്. നോക്കിക്കോണേ, 2 മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യാം. ഞാനിതാ ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇതാ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ മറ്റേ സൈഡ് കണ്ടോ, ഇതാ ഈ സൈഡ്, അതിന്റെ മിഡ് പോയിന്റ് ദേ ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്തു. ഇങ്ങനെ 2 മിഡ് പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അത് തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്ത് വെക്കുന്നു. കണ്ടോ എങ്ങനെയാ ജോയിൻ ചെയ്തെന്ന് കണ്ടോ? 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുക. അങ്ങനെ ഒരു വര വരച്ചാൽ ആ വരയ്ക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഒന്നുകൂടെ, ഏതെങ്കിലും ഒരു സൈഡിന് പാരലൽ ആക്കി വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഏതെങ്കിലും 2 വശങ്ങളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ ആ വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. നിങ്ങൾ മിഡ് പോയിന്റ് എടുക്കാത്ത ഒരു സൈഡ് ബാക്കിയില്ലേ, ഇതാ ഈ താഴെയുള്ള സൈഡിന് മിഡ് പോയിന്റ് ആരും എടുക്കാൻ പോയിട്ടില്ലല്ലോ, ആ സൈഡിന് ഈ ലൈൻ പാരലൽ ആയിരിക്കും. ഒന്നുകൂടെ കേട്ടോ. 3 സൈഡിൽ ഏതെങ്കിലും 2 സൈഡ് സെലക്ട് ചെയ്യാം. ആ 2 സൈഡിന്റെ മിഡ് പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യുക. അപ്പൊ ഒരു ലൈന് കിട്ടൂലേ? ആ ലൈന് നമ്മുടെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അത് മാത്രല്ല, അതിന്റെ ലെങ്ത് എന്താണെന്നറിയോ? ഈ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും ഇതുണ്ടാവുക. ഇതൊരു 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ഉണ്ടോ? ഇത്രയും നമ്മുടെ പോയിന്റ് ഉള്ളൂ. ഇത് ഏത് ഭാഗത്തേക്ക് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മളൊരു നമ്പർ എഴുതി വെക്കാണ്. ഇത് ഞാനൊരു 3 സെന്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇത് താഴെയുള്ളത് 6 ആയിരിക്കും ഉണ്ടാവുക. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, പരീക്ഷയ്ക്ക് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. 2 സൈഡിന്റെ മിഡ് പോയിന്റ് ആയിരിക്കണം ജോയിൻ ചെയ്യുന്നത്. ഏതെങ്കിലും വെറുതെ ജോയിൻ ചെയ്ത് പാരലൽ വരച്ചാൽ ഈ പരിപാടി നടക്കൂല. അപ്പൊ സൈഡിന്റെ റേഷ്യോ സെയിം ആവും. നിങ്ങൾ മിഡ് പോയിന്റ് ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ ലൈനിന് പാരലലും ആയിരിക്കും. അതിന് പുറമെ അതിന്റെ ലെങ്ത് ഈ വലിയ ലെങ്ത്തിന്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ചെറുതിന്റെ ഡബിൾ ആണ് ഈ വലുതുണ്ടാവുക. 2 ഭാഗത്തേക്കും. ഇനി ഞാനിത് ഇങ്ങനെ മാറ്റി, ചിത്രം മാറ്റി പറഞ്ഞാൽ ഇതാണ് എൻ്റെ, ഇങ്ങനെ നോക്കിക്കോണേ, ഈ 2 സൈഡാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ് ഞാൻ ഇങ്ങനെയാണ് മിഡ് പോയിന്റ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഈ സൈഡ് ഇനി ഇയാൾക്കായിരിക്കും പാരലൽ ആവുക. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇതുണ്ടാവുക. ഇങ്ങനെ വരും. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് നോക്കി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോട്ടോ. അപ്പൊ ഒന്നും കൂടെ ഓർമ്മിക്കുക, ഏതെങ്കിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ അത് മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അതിന്റെ നീളം ആ മൂന്നാമത്തെ വശത്തിന്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. തിരിച്ചു പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും മൂന്നാമത്തെ വശം ഉണ്ടാവുക.
ഓക്കെ അല്ലേ? സിമ്പിൾ പോയിന്റ് അല്ലേ? അടുത്തിലേക്ക് പോട്ടെ. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ട്രയാങ്കിൾ സെന്റേഴ്സ്, ത്രികോണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. നോക്കണേ. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദി ആൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഏത് ത്രികോണത്തിന്റെയും ഉന്നതികളെല്ലാം ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. നമുക്ക് എന്താണ് ഈ ഉന്നതി, ഓൾട്ടിറ്റ്യൂഡ് എന്താ നോക്കാം. നിങ്ങൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രിയിൽ ഒരു വര വരച്ചു വെച്ചാൽ ആ വരേനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉന്നതി. നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് BH ചെയ്യുമ്പം H വരയ്ക്കാറില്ലേ? അതന്നെ പരിപാടി. നമ്മുടെ ഹൈറ്റ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെറുതെ വരച്ചാൽ പോരാ, 90 ഡിഗ്രിയിലായിരിക്കണം വരയ്ക്കുന്നത്. ഇതേ പരിപാടി നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും? 3 സൈഡ് ചെയ്തൂടെ? ഞാൻ ഈ വേർട്ടെക്സ് നിന്ന് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ദാ ഇങ്ങനെ ഉണ്ടാവും രണ്ടാമത്തത്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഒരെണ്ണം കൂടെ വരച്ചു. കണ്ടോ? സെക്കൻഡ് വൺ ഇവിടെയും 90 ഡിഗ്രി. ഇനി ഒരെണ്ണം കൂടെ വരയ്ക്കാൻ ബാക്കിയില്ലേ? അതും കൂടെ ഒന്ന് വരച്ചു നോക്കട്ടെ. മൂന്നാമത്തതും കൂടെ വരച്ചു നോക്കുന്നു. കണ്ട? മൂന്നാമത്തതും എങ്ങനെയാ വരയ്ക്കുന്നത്? 90 ഡിഗ്രി കൃത്യമാക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ വരയ്ക്കുന്ന വരകളുടെ പേരാണ് മക്കളെ, എന്താണ് അതിന്റെ പേരുകൾ? ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉന്നതി എന്ന് പറയും. ഈ ഓൾട്ടിറ്റ്യൂഡ് എല്ലാം കൂടെ ഒരു ട്രയാങ്കിളിൽ നമുക്ക് 3 ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാലോ, 3 ഉന്നതികൾ. അതെല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ നിങ്ങൾ? ആ പോയിന്റിനെ നമ്മൾ ഇനി ഒരു പേരിട്ട് വിളിക്കാൻ പോവാണ്. അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാ വായിച്ചു നോക്കണേ. ദ പോയിന്റ് വേർ ഓൾ ദി ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ഈസ് കോൾഡ് ദ ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഉന്നതികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ത്രികോണത്തിന്റെ ലംബ കേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ എന്നാണ് പറയുക. ആരാണ് ഓർത്തോ സെന്റർ? മറന്നുകൊണ്ടാ, നല്ലവണ്ണം ഓർത്ത് വെച്ചോ. ഓർത്തോ സെന്റർ റെഡിയാണേ, മറക്കൂലല്ലോ. ഓർത്തോ സെന്റർ എന്നാണ് ഇയാളെ വിളിക്കുക കേട്ടോ, ലംബ കേന്ദ്രം. ഇനി ആരെങ്കിലും നിങ്ങളോട് എന്താണ് ഓർത്തോ സെന്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഓൾട്ടിറ്റ്യൂഡുകൾ, ഉന്നതികൾ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവാണ് നമുക്ക് ഓർത്തോ സെന്റർ, ലംബ കേന്ദ്രം എന്നാണ് ആളെ വിളിക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പറഞ്ഞു നോക്കാം. ലാസ്റ്റ് കുറച്ച് പോയിന്റുകൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 3 ചെറിയ പോയിന്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്ന് വായിച്ചിട്ട് നമുക്ക് അത് പിക്ചറിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. നോക്കണേ എങ്ങനെയാ വരുന്നത്. In a triangle, the line joining each vertex with the midpoint of the opposite side is called median. മീഡിയൻ ഒരു പുതിയ പേര് വരാൻ പോവാണ്. നേരത്തെ നമ്മൾ ഓർത്തോ സെന്റർ എന്നല്ലേ പറഞ്ഞത്, അതേപോലെ പുതിയൊരു പേര് വരാൻ പോവാണ്, മീഡിയൻ. നമുക്ക് അതിന്റെ മലയാളം കൂടെ വായിച്ചു നോക്കാം. ഒരു ത്രികോണത്തിലെ ഓരോ മൂലയും എതിർവശത്തിന്റെ മധ്യബിന്ദുവും ചേർത്ത് വരയ്ക്കുന്ന വരകളെ നടുവരകൾ എന്ന് പറയുന്നു. ഇവിടെ ഒരു ത്രികോണം ഉണ്ട്, നമുക്ക് ഇതിന്റെ അകത്ത് മീഡിയൻ വരച്ച് കളിക്കാം. എങ്ങനെയാണ് മീഡിയൻ വരയ്ക്കുക? ഒരു കോർണർ എടുക്കുക, ഏതെങ്കിലും ഒരു മൂല എടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ 90 ഡിഗ്രിയിൽ വരയ്ക്കൊന്നും വേണ്ട, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നോക്കിയിട്ട് അതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. അങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കാം. ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുക. ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുന്ന വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ മീഡിയൻ എന്ന് വിളിക്കൂ കേട്ടോ. പേരോർത്ത് വെച്ചോ, മീഡിയൻ. എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം, ഒരു ട്രയാങ്കിളിൽ എത്ര മീഡിയൻ വരയ്ക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ത്രികോണത്തിൽ എത്ര നടുവരകൾ വരയ്ക്കാൻ പറ്റും? 3 എണ്ണം വരച്ചൂടെ? രണ്ടാമത്തത് ഇതാ ഇവിടുന്ന് ഇതാ ഇങ്ങനെ കറക്റ്റ് സെന്ററിലേക്ക് പോയാൽ മതി. ഇതാ ഇവിടെയാണ് സെന്റർ എന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇതാ ഇവിടുന്ന് നേരെ സെന്ററിലേക്ക് പോയാൽ രണ്ടാമത്തത് കിട്ടി. ഇനി മൂന്നാമത്തെ സൈഡിന്റെ സെന്റർ ഇതാ ഇവിടെയാന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടുന്ന് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോയാൽ മൂന്നാമത്തതും നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും മക്കളെ? നടുവരകൾ 3 എണ്ണം വരയ്ക്കാൻ പറ്റും, മീഡിയൻസ്. ആ 3 മീഡിയനും കൂടെ കൂട്ടിമുട്ടിയ സ്ഥലം കണ്ടോ? നേരത്തെ നമ്മൾ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് മീറ്റ് ചെയ്ത സ്ഥലത്തിനെ ഓർത്തോ സെന്റർ എന്ന് വിളിച്ചു. അതേപോലെ മീഡിയൻസുകൾ കൂട്ടിമുട്ടുന്ന, നടുവരകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരെന്താണെന്നറിയോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. വായിച്ചു നോക്കണേ. ഏത് ത്രികോണത്തിന്റെയും നടുവരകൾ 3ഉം ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. ഈ ബിന്ദുവിനെ മധ്യമ കേന്ദ്രം എന്ന് വിളിക്കുന്നു. പേര് കേട്ടോ? എന്താണ് വിളിക്കുന്ന പേരെന്താ? മധ്യമ കേന്ദ്രം. ഓക്കെ. ഇൻ എനി ട്രയാങ്കിൾ all 3 medians intersect at a single point called centroid. സെൻട്രോയിഡ് എന്ന് പറയുന്ന ആ പോയിന്റ് ആണ് കേട്ടോ. 3 നടുവരകളും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമുക്ക് സെൻട്രോയിഡ്. ഇനി ലാസ്റ്റ് ഒറ്റ കാര്യം കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് പോയിന്റ്. സെൻട്രോയിഡ് ഡിവൈഡ്സ്
each median in the ratio 2:1 from the vertex. സെൻട്രോയിഡ് മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ 2:1 എവിടുന്ന്? വേർട്ടെക്സിൽ നിന്ന് 2:1. മലയാളം കൂടെ നോക്കാം അല്ലെ. മധ്യമ കേന്ദ്രം നടുവരകളെയെല്ലാം മൂലകളിൽ നിന്ന് 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. മനസ്സിലായോ? ചിത്രത്തിൽ കാണിച്ചു തരാം, ക്ലിയർ ആക്കി തരാം. നോക്കണേ എങ്ങനെയാണ് ഇവിടെ വരുന്നത് വെച്ചാൽ നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. ഈ വരയുടെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ഇതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്ന ആള്. ആ മീഡിയൻ മൂന്നും കൂടെ കൂട്ടിമുട്ടിയ ഈ സ്ഥലത്തിന് വിളിച്ച പേരാണ് സെൻട്രോയിഡ് എന്നാണ് വിളിച്ചത്. ഓക്കെയാണ്? ഇത്രയും ഓക്കെ ആണല്ലോ. ഈ സെൻട്രോയിഡ് ഇവിടെ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ മീഡിയൻ 2 പീസായിട്ട് പോയത് കണ്ടോ? ആ 2 കഷ്ണങ്ങൾ മുറിയുന്ന റേഷ്യോ എത്രയാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ആ റേഷ്യോ 2:1 ആണ് എന്നാണ് പറയുന്നത്. എവിടെ 2 എവിടെ 1? അത് ആലോചിച്ചാൽ അറിയാം. വലിയ ഭാഗം 2, ചെറിയ ഭാഗം 1. ഇനി കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ വേർട്ടെക്സിൽ നിന്ന് 2:1. അപ്പം ഈ വേർട്ടെക്സ് ഇവിടെ അല്ലേ, മൂലകളിൽ തുടങ്ങണം. ഇവിടുന്ന് ഇങ്ങോട്ട് 2, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1. ഒന്നും കൂടെ ആരെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ്? സെൻട്രോയിഡ് എന്ന് പറയുന്ന ഈ നടുവിലുള്ള ചങ്ങാതി. എഴുതി വെക്കണോ സെൻട്രോയിഡ് എന്ന്? ഈ നടുവിലുള്ളതിന്റെ പേരാണ് സെൻട്രോയിഡ്. മധ്യമ കേന്ദ്രം എന്ന് പറയൂ കേട്ടോ. ആ മധ്യമ കേന്ദ്രം, ഈ സെൻട്രോയിഡ് എന്ന് പറയുന്ന ചങ്ങാതി നമ്മുടെ മീഡിയനെ, നടുവരയെ 2 കഷ്ണമാക്കി മുറിക്കുന്ന റേഷ്യോ 2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഇത് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് 3 സ്ഥലത്തും പറയാം. ഈ മീഡിയനെ കട്ട് ചെയ്ത റേഷ്യോയും ഇവിടെ 2ഉം ഇവിടെ 1ഉം ആയിരിക്കും. 2:1 റേഷ്യോ ആണ് പറയുന്നത്. ആ ലെങ്ത് 2 സെന്റിമീറ്റർ എന്നല്ല കേട്ടോ പറയുന്നത്. ഇതിന്റെ റേഷ്യോ 2:1 ആണ്. അതേപോലെ ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും എവിടുന്ന് എങ്ങോട്ടാ 2:1? ഈ കോർണറിന് തുടങ്ങണം. വേർട്ടെക്സ് നിന്ന് ഇങ്ങോട്ടേക്ക് 2, ഇവിടുന്ന് ബാക്കി ഇങ്ങോട്ടേക്ക് 1. അങ്ങനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത്രയുമാണ് മക്കളെ നമുക്ക് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തിയറി വൈസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള പോയിന്റുകൾ. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഒരുമിച്ചെടുത്ത് നോക്കുക. ഇത്രയും പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലം ചെയ്യാനും നിങ്ങൾക്ക് ആകെ വേണ്ട തിയറി ഇത്രയുമാണ്. ഇത് സെറ്റ് ആണെങ്കിൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് ആ ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് എല്ലാ പോയിന്റുകളും ഒന്ന് ഒരുമിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം, കാര്യങ്ങളെല്ലാം സെറ്റ് ആണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു, അതിന്റെ ആൻസറും കൂടെ ഒന്ന് കമന്റിൽ അറിയിച്ചാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്ന് എനിക്ക് ക്ലിയർ ആവും. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. ബൈ.